ഫ്രണ്ട്സ്, ഇത് നമ്മളെ പ്ലാപ്പറ്റ വയലാണ്. പ്ലാപ്പറ്റ വയൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ജില്ലകളിലുള്ള ആൾക്കാർക്കും ഈ പ്ലാപ്പറ്റ മിനി സ്റ്റേഡിയം അറിയായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഫുട്ബോൾ സ്പോർട്സിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ കളി കാണാനും കളിക്കാനൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം പ്ലാപ്പറ്റ മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അതിനോട് ചേർന്നിട്ടുള്ള കുറേ വയലും ഏരിയകളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഈ കാണിക്കുന്ന വയലൊക്കെ ഇവിടെയുള്ള ജനങ്ങൾ ഒരൊറ്റ താല്പര്യം കൊണ്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ്. വയലൊക്കെ പണ്ട് മണ്ണിട്ട് നികത്തുനിന്ന് പോകേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ആരും അനുവദിച്ചില്ല. ആ വയലിനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള എല്ലാവരും ഒരു താല്പര്യപ്രകാരമാണ് ആ വയലൊക്കെ ഇന്നും, അല്ലെങ്കിൽ കുറേ ഭാഗങ്ങളൊക്കെ ഇന്നും ഈ മണ്ണിട്ട് നികത്തി പോകേണ്ടതാണ്. പക്ഷെ എല്ലാവരും ഒരു കൂട്ടുകെട്ടുകൊണ്ടാണ് ഈ വയൽ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. എല്ലാ പ്രാവശ്യവും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വയലിൽ നെല്ലൊക്കെ ഇഷ്ടം പോലെ വിളഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നെല്ലൊക്കെ പലർക്കും പരിചയമുണ്ടാവും. പ്ലാപ്പറ്റ മിനി സ്റ്റേഡിയം എന്ന് പറയും. ഒത്തിരി ജില്ലകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഫുട്ബോള്, ഒത്തിരി സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഒത്തിരി ഈ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പലരും പരിചയമുള്ള സ്ഥലമായിരിക്കും മിനി സ്റ്റേഡിയം. പ്ലാപ്പറ്റ മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. കാരണം ടൂർണമെൻ്റൊക്കെ, വലിയ ടൂർണമെൻ്റൊക്കെ നടക്കുന്നുണ്ട്. ഫുട്ബോൾ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ടിക്കറ്റൊക്കെ വെച്ച് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളുകളിൽ നിന്ന് കുട്ടികളൊക്കെ ഒത്തിരി സ്പോർട്സ്, വ്യത്യസ്തമായ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുന്ന മത്സരങ്ങളൊക്കെ നടത്തി പോകുന്ന സ്ഥലമാണ്. നല്ല പച്ചപ്പുല്ലൊക്കെ ഉള്ള നല്ലൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ കളിക്കാനും. അങ്ങനെ പെട്ടെന്ന് പരിക്കൊന്നും പറ്റൂല. അങ്ങനെ ഇതൊക്കെ ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉത്സാഹം കൊണ്ട് ഉണ്ടായതാണ് ഈ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. ഈ വയലിപ്പോൾ പച്ചപ്പായിട്ട് നിലനിർത്തുന്ന തന്നെ ഇവിടെ ജനങ്ങളുടെ ഒരു താല്പര്യവും ഓരോ ആ പ്രകൃതിയോടുള്ള ഒരു സ്നേഹവും, പിന്നെ ഈ വയലൊന്നും മണ്ണിട്ട് നികത്താൻ അനുവദിക്കരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അവർ നിലനിർത്തിക്കൊണ്ടുപോകുന്ന വയലുകളാണ് അതൊക്കെ. ഇതിൽ കൃഷികൾ കാര്യങ്ങളൊക്കെ, നെല്ലൊക്കെ ഒരു സ്ഥലം പോലും ഒഴിവില്ലാതെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അത് നല്ല പച്ചപ്പിലിങ്ങനെ കാണുന്നില്ലേ. ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പോയിട്ട് രണ്ടാമത് പുല്ലൊക്കെ മുളച്ച് വന്നതാണ്. ഇത് നെല്ലും കാര്യങ്ങളൊന്നല്ല. പിന്നെ ഇപ്പം മഴ പെയ്ത് വെള്ളം കുറച്ചൊന്ന് കയറിയല്ലോ. ആ സമയത്ത് കുറെ മീനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കയറിയിട്ടുണ്ട്. അപ്പുറത്തുള്ള പുഴയിൽ നിന്ന് ഇങ്ങനെ ചെറിയ കാന വഴി ഇങ്ങനെ കയറി വന്നതാണ്. എല്ലാ സീസണിലും ഇങ്ങനെ പുതുമഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ മീനുകൾ ഊത്ത കയറുകയെന്ന് പറയൂലേ, അങ്ങനെ കയറി വന്നിട്ട് മുട്ടയിടാൻ വേണ്ടി കയറി വരുന്ന മീനുകളാണ്. ഇപ്പൊ പല ആൾക്കാരും വെട്ടിപ്പിടിക്കും, രാത്രിയൊക്കെ വന്നിട്ട് വെട്ടിപ്പിടുത്ത ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇവിടെ. അതിന് ശേഷം ഇവിടെ കയറി വന്നിട്ടുള്ള മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ മീൻ പിടിക്കാറുണ്ട്. പക്ഷെ ഇനിയിപ്പം കുറച്ച് കുട്ടികൾ പകല് ഈ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഭയങ്കര രസമാണ് കാണാൻ. ഇവരുടെ കളികളും ഇവരെ ഈ മീൻപിടുത്തവും ആ ഉത്സാഹവും അതൊക്കെ ഒന്ന് കാണിക്കും, ഒന്ന് കണ്ടോക്കി. ഈ സാധനം കൊണ്ട് വന്ന് പൂക്കി വലിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്ഥലത്ത് വളരെ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. ഞങ്ങൾ ആളെ നമ്മൾ വലിച്ചിട്ടുണ്ട്. ഇതാടെ വിടാ, നമ്മൾ കണ്ട സാധനത്തിനുള്ള സ്ഥലം വിടാ. ജാഫറെ 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 നമുക്ക് ഇടാൻ എന്റെ സാധനം ഉണ്ടോ? നീ കിട്ടിയിടാൻ ഷഡ് ഇട്ടിട്ടില്ല. അതാ ആ കവറിൽ കിട്ടും. എനിക്ക് എന്തായാലും ഉറപ്പ്. മോനെ കിട്ടിയോ? ഞങ്ങൾ കൂമ്പമല അറിയുന്ന സ്ഥലമാട്ടോ. ഇതിലെ കൂമ്പമല അല്ലേ? അത് അതിൻ്റെ ബേക്ക് വശം അമരാട് എന്നാണ് പറയുക. അമരാട് മല. ഇതിൻ്റെ ബേക്ക് സൈഡ്. ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കിയാൽ കുമ്പമല അറിയും. പിന്നെ കട്ടിപ്പാറ ഭാഗത്തുള്ളവർ അതിന് അമരാട്. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇത് കോഴിക്കോട് ജില്ലയിൽ ഞാൻ പറഞ്ഞില്ല, അടിവാരത്തേക്ക് പോകില്ലേ, നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്ക് പോകുന്ന വഴി ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തും ടൗണ്. ആ ഈങ്ങാപ്പുഴയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കാക്കവയൽ റോഡിന് വന്ന് MGM ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. സ്കൂൾ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പരപ്പമ്പാറ പാലത്തിൻ്റെ സൈഡിലേക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു കുരിശുപള്ളി കാണാം. കുരിശുപള്ളീൻ്റെ അടുത്ത് നിന്ന് ഇടത്തോട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഹുസൈൻ ഖാൻ്റെ കടേൻ്റെ അടുത്തുനിന്ന്
വലത്തോട്ട് അങ്ങ് ചെന്നാൽ നേരെ പ്ലാപ്പറ്റ മിനി സ്റ്റേഡിയമാണ്. നല്ല രസമാണ്. സമയം കിട്ടുമ്പോൾ ഒന്ന് വന്ന് നോക്കണം, നിങ്ങൾ ഒന്ന് കാണണം, വെറുതെ കാണാൻ. ഒരു പച്ചപ്പും നല്ല മലകളും മലമ്പ്രദേശങ്ങളും അതേപോലെ തന്നെ തെങ്ങും തോപ്പുകളൊക്കെ ആയിട്ട് ഇന്നും ഈ പച്ചായി നിൽക്കുന്ന ഒരു ഏരിയ. ഇങ്ങനെ ഇവിടെയൊക്കെ അപൂർവം ആയിരിക്കും. എന്നാലും അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഇതിലെ വരിക, കാണുക. അല്ലെങ്കിൽ വീഡിയോയിൽ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ